നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നത് ഒരു ടീ ടൈം സ്നാക്കും ആയിട്ടാണ് കേട്ടോ. സ്വീറ്റ് ബോണ്ട, ഉണ്ടംപൊരി എന്നൊക്കെ പറയുന്നൊരു ടീ ടൈം സ്നാക്ക് ഇവിടെ കഫ്റ്റേരിയകളിലൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. കൂടാതെ നാട്ടിൽ നല്ലവണ്ണം പ്രചാരത്തിലുള്ള ഒരു ഡിഷ് തന്നെയാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ കുറച്ച് റെസിപ്പീസ് ഒക്കെ കണ്ട് കുറെ പേര് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ്. പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഉണ്ടംപൊരിക്കായിട്ട് ആദ്യം വേണ്ടത് 2 പാളയംകുടം പഴമാണ് കേട്ടോ. പുളിയുള്ള പഴം അതിനാണ് വേണ്ടത്. അതും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കാം. ഇന്ന് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. ഇതൊന്ന് അരച്ചു വരാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് ഗോതമ്പ് മാവാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിനോട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇടാൻ പോകുന്നത് 1 ടീസ്പൂണോളം നമുക്ക് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചതാണ്. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചുക്കും ഏലക്കായും ജീരകവും കൂടി പൊടിക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ആ ബേക്കിംഗ് സോഡയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പഴവും പഞ്ചസാരയും കൂടി അരച്ചതിനെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഉപയോഗിക്കാം. 1/4 കപ്പ് ശർക്കരപ്പാനി ഉപയോഗിച്ചാലും നന്നായിരിക്കും. ഞാനൊരു ഫ്ലേവറിനും ടേസ്റ്റിനും ഡിഫറൻസിന് വേണ്ടിയാണ് പഞ്ചസാര ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, അതിനേക്കാൾ ലൂസായ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഉണ്ടംപൂരിക്ക് നന്നായി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിനായിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് മധുരമോ എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി മധുരം വേണം, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ പൗഡേർഡ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ പൊടിച്ചിട്ട് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ പഴത്തിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിനെയും നമുക്ക് ഒന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒഴുകുന്ന പരുവത്തിൽ വേണം. ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് ഇത് വേണ്ടത്. ഇത് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് സെറ്റ് ആവാൻ വെക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പുളിക്കുന്ന പോലെ ആയാലേ ഉണ്ടംപൂരി നന്നാവുള്ളൂ. ഇപ്പൊ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പുളിച്ചിട്ടൊക്കെ കണ്ടോ. കൺസിസ്റ്റൻസി ഒക്കെ ഇങ്ങനെയാണ്. കുറച്ചും കൂടി കൂടുതൽ ടൈം ഇരുന്നാലും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ട്. എണ്ണ ഏകദേശം ചൂടാവുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് എണ്ണ ചൂടാവുണ്ടോന്ന്. ഇതിലേക്ക് ഇടാനായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് ഓരോരോ ഉരുണ്ടകളായിട്ട് ഇടുന്നത്. ചെറിയ ഉരുണ്ടയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. എണ്ണ നല്ലോണം ഒഴിക്കണം കേട്ടോ. എണ്ണയുടെ ഉള്ളിലത് നല്ലോണം മുങ്ങിക്കിടക്കണം, എന്നാലേ ഇത് വേവുള്ളൂ. ഇല്ല എങ്കിൽ സ്ക്രാച്ച് വരും, അത് പൊട്ടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം നമുക്ക് വെള്ളത്തിൽ മുക്കി ആകുമ്പോൾ ചെറിയ ഉരുണ്ടപ്പൂരിയാണ് നമുക്ക് കഴിക്കാൻ എളുപ്പം. ഇവിടെ കഫ്റ്റേരിയകളിലും ബാക്കിയുള്ളവിടെയൊക്കെ കിട്ടുന്നത് വലിയ ഉണ്ടംപൂരി കേട്ടോ. അത് ഭയങ്കര ഉണ്ടായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് കുഞ്ഞി ഉണ്ടംപൂരി 1 വായയ്ക്ക് അല്ലെങ്കിൽ 2 വായയ്ക്ക് മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം ഞാൻ മറിച്ചിടുന്നുണ്ട്. വളരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. മീഡിയം ടു ലോ ആണ് ആക്ച്വലി. വളരെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഉണ്ടംപൂരി കുക്ക് ചെയ്യണം, എന്നാലേ ഉള്ളു വേവുള്ളൂ. ഗോൾഡൻ ആവുമ്പോഴല്ല, ഇതൊരു ലൈറ്റ് ബ്രൗണിഷ് ആവുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ആയിണ്ട് കണ്ടോ, ബ്രൗണിഷ് ആയിണ്ട്. നമുക്ക് എടുക്കാറാവുന്നു. ഇനി നമുക്ക് മെല്ലെ എടുക്കാം. നല്ല ഫ്ലേവറുള്ള പഞ്ചസാരയും ഇതൊക്കെ കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഉണ്ടംപൂരി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ബ്രൗണിഷ് കളറിലാണ് ഉണ്ടംപൂരി ഉണ്ടാവുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തുറന്നു നോക്കാം എങ്ങനെയുണ്ട്, വെന്തിട്ടുണ്ടോ എന്നൊക്കെ. ടെക്സ്ചർ കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതൊരു ലൈറ്റ്
ക്രീമിഷ് കളറിലാണ്. അത് പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്